ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ വ്ലോഗ്. വീഡിയോയിൽ ഞാൻ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ മൈക്ക് പൊത്തിപ്പിടിച്ചിട്ടായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത്. സോ എനിക്ക് വോയിസ് ഓവർ രണ്ടാമത് എടുക്കേണ്ടി വന്നു. ഞാനിപ്പോൾ എണീറ്റതാണെന്നും രാത്രി എനിക്ക് ഉറക്കം കിട്ടിയില്ല, ഞാനിപ്പോൾ ഇതാ ചായ കുടിക്കാൻ പോകുന്നു, ഇങ്ങനെയാണ് രാവിലെ അവസ്ഥകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആക്ച്വലി ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അറിയാലോ, മാർച്ച് മാസമാണ്, ചൂട് മാസമാണ്, അതിൻ്റെതായിട്ടുള്ള എല്ലാ ഒരു ഇതും നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. സോ കുഴപ്പമില്ല, നമുക്ക് പ്ലേസ് കാണുക, എൻജോയ് ചെയ്യുക, അത്രമാത്രം. റംസാൻ കഴിഞ്ഞതിന് ശേഷം മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റണില്ല, കാരണം നമ്മൾ പകല് മൊത്തം രാത്രിയും, രാത്രി നമുക്ക് പകലുമായിരുന്നു. ഞങ്ങള് വീട്ടിലെല്ലാവർക്കും ഓടിക്കൊണ്ടിരുന്ന ഒരു റൂട്ടീൻ അതായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി കാലങ്ങളിൽ ഉറക്കം വരുന്നില്ല, കാരണം കുറച്ച് എന്താ പറയാ, ഒരു മാസക്കായില്ല നമ്മളതൊരു കണ്ടിന്യൂ ചെയ്യുന്നു. സോ അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം വരുത്തൽ നല്ല ബുദ്ധിമുട്ടാണ്, പെട്ടെന്നൊന്നും ഉറങ്ങി കിട്ടുന്നില്ല. സോ അതിൻ്റെ ഒരു ഇല്ലായ്മയാണ് മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത്. പിന്നെ ഞാൻ ഈ ഒരു വോയിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ, ഞാൻ സെയിം ഡ്രസ്സ് തന്നെ ആയിരിക്കും ചിലപ്പോൾ വീഡിയോ മുഴുക്കനെ കാണുക. അതായത് ഞാൻ ആകെ വീട്ടിലിടുന്ന 2 ഡ്രസ്സും പിന്നെ പുറത്തിടുന്ന 3 ഡ്രസ്സും ഇത് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. 7 ദിവസം നമ്മളവിടെ നിൽക്കുന്നുണ്ട്. സോ റിപ്പീറ്റഡ്ലി സെയിം ഡ്രസ്സും സെയിം ഒരു ഇത് കാണാൻ പറ്റും. സോ നിങ്ങളാരും വിചാരിക്കരുത് ഞാൻ കുളിക്കാനാണ് അല്ലെങ്കിൽ എനിക്ക് ഈ ഡ്രസ്സേ ഉള്ളൂ, അങ്ങനെയൊന്നുമല്ല. ഞാൻ കൊണ്ടുവന്നത് ആകെ കുറച്ചായത് കൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. ചില വീഡിയോ ആണെന്ന് എല്ലാവരും അത് കാര്യമാക്കി നോക്കുന്നില്ല, എന്നാലും കാര്യമാക്കുകയാണെങ്കിലോ എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ അപ്പം പറയാനുള്ള ഉത്തരമാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞു വെച്ചത്. സോ അത്രേ ഉള്ളൂ, ആ ഒരു കാര്യമാണ് ഞാനിവിടെ ലാസ്റ്റായിട്ട് മെൻഷൻ ചെയ്തത്. പിന്നെ വരും വീഡിയോയിലൊക്കെ കിടക്കാം, പിന്നെ നമുക്ക് അടുത്ത പരിപാടിയിലൊക്കെ കിടക്കാം. രാവിലെ ഏകദേശം 10-11 മണി ആ ഒരു സമയമായപ്പോൾ നമ്മളൊന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. മുത്തു പറഞ്ഞു, വാ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, എന്തായാലും കൂട്ടത്തിൽ കാഴ്ചകളൊക്കെ കാണാലോ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, നമുക്കൊന്ന് പോയിട്ട് വരാം. സോ നമ്മൾ മാർക്കറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ ഭയങ്കര പൊടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ പ്ലേസും, ഇന്ത്യയിലുള്ള എല്ലാ പ്ലേസും ഞാൻ വിസിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വിസിറ്റ് ചെയ്തതിൽ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പൊടി കൂടുതൽ കണ്ടപ്പെട്ടത് അല്ലെങ്കിൽ അനുഭവപ്പെട്ടത് ഈ ഒരു സ്ഥലത്താണ്. പിന്നെ ഇവിടുത്തെ മാർക്കറ്റ് ഭയങ്കര അടിപൊളി മാർക്കറ്റായിരുന്നു. കാരണം കുറച്ച് വെറൈറ്റി, എനിക്ക് കുറച്ച് അത്ഭുതം തോന്നി. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനത് നേരത്തെ ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല രസമാണ്, വൈബാണ്, ഒരു എന്തോ ഒരു പോസിറ്റീവ് ഫീൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ തന്നെ. പിന്നെ നമുക്ക് എന്തൊക്കെ വേണം അതൊക്കെ തന്നെ അവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പോസിറ്റീവ് സൈഡ്. പിന്നെ ഈ ഒരു കൈതച്ചക്കൻ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടപ്പം എനിക്ക് കുറച്ച് കൗതുകം തോന്നി, അങ്ങനെ അത് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ കുറേ പച്ചക്കറികൾ, പഴങ്ങൾ, അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു മാർക്കറ്റായിരുന്നു അത്. ഇന്നെന്തായാലും ഉച്ചയ്ക്കോ രാവിലെ ഒന്നും ഞാൻ ഇറങ്ങൂല, കാരണം ഇവിടുത്തെ വെയിൽ അതുപോലെ തന്നെയാണ്. പിന്നെ പൊടി നമുക്ക് ഫേസൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ വെയിൽ. സോ ഞാൻ വിചാരിച്ചു വൈകിട്ട് എന്തായാലും നമുക്ക് ഇറങ്ങാം, രാവിലെയൊക്കെ റെസ്റ്റ് എടുക്കാമെന്ന്. അങ്ങനെ തിരിച്ച് നമ്മളെ കോട്ടേഴ്സിലേക്ക് പോവുകയാണ്. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ ചൂടിനേക്കാൾ അസഹനീയമായ പൊടി കാരണം ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തതാണ്. ഫേസ് വാഷ് ചെയ്താൽ പൊതുവെ എനിക്ക് തോർത്താൻ ഭയങ്കര മടിയാണ്, ഒരു കൂളിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ട് അതാണ്. പിന്നെ പൊടി ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ എല്ലാവരും അങ്ങനെയാണ് നടക്കുന്നത്, കാരണം അമ്മാതിരി പൊടിയാണ്, നല്ല പൊടിയാണ്. ഞാൻ മാത്രമല്ല, ഉമ്മയും സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് തെണ്ടിയിട്ട് വരാം ഗൈസ്. ഉമ്മയ്ക്ക് ചായ വേണ്ട, ഉമ്മക്ക് ചായ വേണ്ട ഗൈസ്. ഇവിടെ ഇഞ്ചി ചായ ആയതുകൊണ്ട് ഉമ്മക്ക് ചായ വേണ്ട. അത് മാത്രമല്ല, ഇവിടെ വിത്തൗട്ടില്ല. ഇവിടുത്തെ ചായ അധിക സ്ഥലത്തും വിത്തൗട്ട് കുറവാണ്. നമ്മുടെ നാട്ടിലെ പോലെ ചായ അവർ കലക്കി തരുന്നല്ല. ട്രെയിനിൽ മറ്റു സാധനം കൊണ്ടുപോകുന്ന പോലെ അവിടെ ഷോപ്പിലും അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചത്, വിത്തൗട്ടൊന്നും കിട്ടത്തില്ല. ഞാനൊരു ചായ, ഒരു ലഡു. സത്യം പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെയാണ് ഇവിടെ ലൊക്കേഷൻ ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മളെ കുറച്ച് ഇതായി പോയി. ഇവിടെ എവിടെയാണ്
കറങ്ങാൻ പറ്റിയ സ്ഥലം. പിന്നെ കുറച്ച് മാപ്പിലൊക്കെ അടിച്ചപ്പോൾ കുറച്ച് എന്താ പറയാ ഗാർഡനും കാര്യങ്ങളൊക്കെ കണ്ട്. ഗാർഡൻ അതിൽ വലിയൊരു ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് പിടിച്ചില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അത് വിറ്റ് കഥയാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറേ ദൂരം പോകും. കുറേ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ഒരു വൃത്തിയായിട്ട റോഡും നല്ല റോഡും അങ്ങനെ കുറേ റോഡിൽ കൂടെ നമ്മൾ പോയി. അവസാനം കറങ്ങിച്ചിരിഞ്ഞ നമ്മുടെ വീടിന്റെ കോട്ടേഴ്സിന്റെ അടുത്തൊക്കെ തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ആ ഒരു ലൊക്കേഷനിലേക്ക് 5 മിനിറ്റ് നമ്മുടെ കോട്ടേഴ്സിന് 5 മിനിറ്റേ ഉള്ളൂ. പക്ഷെ നമ്മളൊരു 30 മിനിറ്റെങ്കിലും റൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വന്ന് എത്തിയത് തോന്നുന്നുണ്ട് ഈ ഒരു അതിങ്ങനെയൊന്നും മനസ്സിലായില്ല. കാരണം ഇതിപ്പുറത്താണെങ്കിൽ അത് അപ്പുറത്ത് നിന്ന് ഇങ്ങനെ സർപ്രൈസ് ആയിപ്പോയി. എന്തായാലും ഞാനാണെങ്കിൽ മനസ്സിലിങ്ങനെ ആലോചിച്ചായിരുന്നു ഇങ്ങനെ അയ്യോ ഇനി വന്ന് വഴിയൊക്കെ എനിക്ക് അറിയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും, മാപ്പ് ഇട്ടാലും നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു. പക്ഷെ പടച്ചവനായിട്ട് എളുപ്പത്തിൽ തന്നെ നമ്മളെ വീട്ടിൽ കൊണ്ട് തന്നെ എത്തിച്ചെന്നു. പിന്നെ ഞാൻ വെച്ചു ഇത് ഇത്ര പെട്ടെന്ന് എത്തിപ്പോയല്ലോ എന്ന്. ഉമ്മക്കാണെങ്കിൽ നല്ല പേടിയാണ്. ഒന്നാമത് ഭാഷ അറിയാത്ത സ്ഥലം, വഴി അറിയാത്ത സ്ഥലം. പുള്ളിക്കാരി പറഞ്ഞ എനിക്ക് മതി ഈ കറങ്ങി, നമുക്കിനി കറക്കം നിർത്തി റൂമിൽ പോകാം. ഞാൻ പറഞ്ഞു ഇതിന് വേണ്ടിയിട്ടാണോ ഇത്രയും ദൂരം 2 ദിവസമൊക്കെ കടന്നിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ചായ കുടിക്കുന്നു. ഇവിടെ ചായക്കടകള് ജ്യൂസ് കടകളൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷെ പൊടി ഒരു കുറവില്ല. ചോട്ടാ കപ്പ് ഹേ ഹിന്ദിയൊക്കെ കുറച്ച് കേട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ പഠിക്കാൻ പറ്റണ്ടേ. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും. ഓക്കെ നമുക്ക് അവിടുന്ന് മധുരമിടാത്ത ചായ കിട്ടാത്തതുകൊണ്ട് മധുരമുള്ള കരിമ്പ് ജ്യൂസാണ് നമ്മളിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മധുരമില്ലേ? ഉപ്പിട്ടു. പക്ഷെ കരിമ്പ് ജ്യൂസുമ്പോ മധുരവും ഉപ്പും അതുപോലും പിടിയില്ല. നല്ലൊരു കരിമ്പ് ജ്യൂസ്. ഞാനൊരു ചായയും പാസ്സാക്കി, ജ്യൂസും പാസ്സാക്കി.